നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടി സബ് RT ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ RC നിർമ്മിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. വാഹന ഉടമ അറിയാതെ വ്യാജ RC ബുക്കുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയ സംഭവത്തിൽ 7 വാഹനങ്ങളുടെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ ഉടമ അറിയാതെ RC മാറ്റുന്നതിനായി ഈ ജൂൺ മാസം മുതൽ 26 വരെ 7 വാഹനങ്ങളുടെ RCയാണ് മാറ്റിയിരിക്കുന്നത്. ഇതിനായി പരിവാഹൻ സൈറ്റ് ഉപയോഗിച്ച് ഫേസ്ലെസ് ആയി സമർപ്പിച്ച അപേക്ഷകളിൽ RC ഉടമയ്ക്ക് OTP വരാതിരിക്കുവാൻ വേണ്ടി ഉടമയുടെ ഫോൺ നമ്പർ നൽകാതെ ആൾമാറാട്ടം നടത്തി വ്യാജരേഖ ചമച്ച് രേഖകൾ സമർപ്പിച്ചിരുന്നുവെന്ന് FIRൽ പറയുന്നു. ഇതിൽ ഉടമയുടെ പേരും അഡ്രസ്സും മാറ്റിയാണ് RC മറ്റൊരാൾക്കായി വ്യാജമായി നിർമ്മിച്ചതെന്നും പറയുന്നു. KL 27 H7396 എന്ന നമ്പറിനെതിരെയും KL 34 F9365, KL 26 L0726, KL 51 N5178, KL 46 T7443, KL 75 A3346, KL 11 BF 946 എന്നീ നമ്പറുകളിലുള്ള വാഹനങ്ങൾക്കെതിരെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് സബ് RT ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ RC നിർമ്മിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. രാവിലെ 10 മണിയോടെ ഓഫീസിലെത്തിയ ജോയിന്റ് RTO CP സക്കറിയയെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ യൂത്ത് ലീഗ് പ്രവർത്തകർ കവാടത്തിൽ തടയുകയായിരുന്നു. ഓഫീസിന്റെ വാതിൽ പൂട്ടിയ പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തിരൂരങ്ങാടി സബ് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജ RC ബുക്കുകൾ ഉണ്ടാക്കി ഉടമ അറിയാതെ വാഹനം വിൽപ്പന നടത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണവും വകുപ്പ് തല നടപടിയും ആവശ്യപ്പെട്ടായിരുന്നു സമരം. വ്യാജ RC നിർമ്മിച്ച പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ഇല്ലാത്തപക്ഷം സമരം സ്റ്റേഷനിലേക്ക് മാറ്റാമെന്നും തിരൂരങ്ങാടി SI വിനോദ് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. നേരത്തെ വ്യാജ RC ബുക്കുകൾ ഉണ്ടാക്കിയതായി ജോയിന്റ് RTO CP സക്കറിയ കണ്ടെത്തിയതിനെ തുടർന്ന് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ലെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.